സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം ബാക്ടീരിയയാണ്. ബാക്ടീരിയ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത്. സംഘടനയുടെ പേര് ആസാദ് ദസ്ത. സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായണാണ്. ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത്. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിനു വേണ്ട യോഗ്യതകളാണ് ഉണ്ടായിരിക്കേണ്ടത്. ഹൈക്കോടതി ജഡ്ജി. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ്. അസിമുള്ള ഖാൻ. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത്. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ലോക് അദാലത്താണ്. ലോക് അദാലത്ത്. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം. ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം അപവർത്തനമാണ്. അപവർത്തനം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. 1995. സ്വത്തവകാശം ഇപ്പോൾ ഏതുതരം അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തില് ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം പൂജപ്പുരയാണ്. തിരുവനന്തപുരം പൂജപ്പുരയാണ് കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം. ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിലെ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 16. ജനുവരി 16 ഇന്ത്യയിലെ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡ്. സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആര്? സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തില് വനിതാ കമ്മീഷൻ സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്തത് KR ഗൗരിയമ്മയാണ്. KR ഗൗരിയമ്മ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ്. പെരിയാർ നദി. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോൺ ഏത്? രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോൺ മെലാട്ടോണിൻ ആണ്. മെലാട്ടോണിൻ. രാജ്യാന്തര സുരക്ഷ സൈബർ സുരക്ഷാ ദിനം എന്നാണ്. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം
നവംബർ 30 രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം എന്നാണ് നവംബർ 30. ഏത് വിറ്റാമിന്റെ രാസനാമമാണ് കാൽസിഫെറോൾ? കാൽസിഫെറോൾ എന്നത് ഏത് വിറ്റാമിന്റെ രാസനാമമാണ്? വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ, വിറ്റാമിൻ ഡി. ശാസ്ത്രീയമായ മത്സ്യകൃഷി, ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് ആര്? ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം? നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൗരാ സംഭവമാണ്. ചൗരി ചൗരാ സംഭവം. മാവിന്റെ സസ്യശാസ്ത്രനാമം? മാവിന്റെ സസ്യശാസ്ത്രനാമം മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്ക. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ്? കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ഏതാണ്? കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ? കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണമാണ്. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. സുൽത്താൻ ബത്തേരി, മാനന്തവാടി. CH മുഹമ്മദ് കോയ പാലം ഏത് ജില്ലയിലാണ്? CH മുഹമ്മദ് കോയ പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോട്. ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട വർഷം? വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട വർഷം 1896 ആണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. ദക്ഷിണേന്ത്യയിലെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത്? ദക്ഷിണേന്ത്യയിലെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ്. കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് ദക്ഷിണേന്ത്യയിലെ അരിക്കിണ്ണം എന്ന് അറിയപ്പെടുന്നത്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത്? എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജി. പുസ്തകത്തിന്റെ പേര് എ നേഷൻ ഇൻ മേക്കിംഗ്. ഉദ്യാന വിരുന്ന് രചിച്ചത്? ഉദ്യാന വിരുന്ന് എന്ന കൃതി ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ഉദ്യാന വിരുന്ന്. പണ്ഡിറ്റ് കറുപ്പൻ. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം? ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുവാനുണ്ടായ കാരണം എന്താണ്? സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാലാണ്. സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാലാണ് അതിനെ ബഹിഷ്കരിക്കുവാനുണ്ടായ കാരണം. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ്. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര്? ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്കാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം? ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ടയലിൻ. ടയലിൻ. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ടയലിൻ. അടുത്ത ചോദ്യം, ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി? ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവത്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി പാർത്ഥസാരഥി കമ്മിറ്റിയാണ്. പാർത്ഥസാരഥി കമ്മിറ്റി. ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരത്തെയാണ്. തൃശ്ശൂർ പൂരം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏത്? ഗോതമ്പ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിളയാണ് ഗോതമ്പ്. ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ലോകസഭയിൽ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. മംഗൾയാൻ മണ്ണിന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? മംഗൾയാൻ മണ്ണിന്റെ വിക്ഷേപണ വാഹനം PSLV C-25.
PSLV C-25 ആയിരുന്നു മംഗൾയാൻ 1ന്റെ വിക്ഷേപണ വാഹനം. PSLV C-25. ഇന്ത്യയിൽ ആദ്യത്തെ പേ വിഷവിമുക്ത സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യത്തെ പേ വിഷവിമുക്ത സംസ്ഥാനം ഗോവ. കറുത്ത വാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം ഏതാണ്? കറുത്ത വാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണമാണ് സൂര്യഗ്രഹണം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. സോപാന സംഗീതമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറത്തുവരുന്ന ലാവ തണുത്ത് ഉണ്ടാകുന്ന ശിലകൾ. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ട് പുറത്തുവരുന്ന ലാവ തണുത്ത് ഉണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയശിലകളാണ്. ആഗ്നേയശിലകളാണ് പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ്. കായാന്തരിത ശിലകൾ. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആരാണ്? ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേര്. ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. ജെറ്റ് പ്രവാഹം എവിടെയാണ്? ട്രോപ്പോസ്ഫിയർ. വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? പ്രസിദ്ധീകരണത്തിന്റെ പേര് വിവേകവർദ്ധിനി. ആരംഭിച്ചത് വീരേശലിംഗമാണ്. വീരേശലിംഗം. ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി? ഗാഡ്ഗിൽ കമ്മിറ്റി ഏതാണ്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. കേരള ഗവർണറായ ആദ്യത്തെ മലയാളി ആര്? കേരള ഗവർണറായ ആദ്യത്തെ മലയാളിയാണ് വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരള ഗവർണറായ ആദ്യ മലയാളി. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര. കൊട്ടാരക്കര. ഏത് സംസ്ഥാനത്താണ് ബിഹു ആഘോഷിക്കുന്നത്? ബിഹു. ബിഹു ആഘോഷിക്കുന്നത് ആസാമിലാണ്. ആസാം. പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്നത് ആരുടെ വാക്കുകളാണ്? പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് പരീതുപിള്ള. ജസ്റ്റിസ് പരീതുപിള്ള. വാഗൺ ട്രാജഡി നടന്ന വർഷം. വാഗൺ ട്രാജഡി 1921. 1921. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസമാണ്. 120 ദിവസം. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 19. ജൂൺ 19 വായനാ ദിനം. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44ാം ഭരണഘടനാ ഭേദഗതി. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. 1809 ജനുവരി 11. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഹിമാലയമാണ്. ഹിമാലയം മടക്കുപർവ്വതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതമാണ് ഹിമാലയം. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഹരിജൻ ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. ഏത് ഭാഷയിലുള്ളതായിരുന്നു? ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്. സോപ്പ് കുമിളയിൽ നിറങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം. സോപ്പ് കുമിളയിൽ നിറങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസമാണ്
ഇന്റർഫെറൻസ്. 1 കിലോ സ്വർണം എത്ര പവനാണ്? 1 കിലോ സ്വർണം എന്നത് 125 പവനാണ്. 125 പവൻ. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറയിലാണ്. കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP കണക്കാക്കുന്നത് ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അടിസ്ഥാനത്തിലാണ്. കൊല്ലവർഷം തുടങ്ങിയത്? കൊല്ലവർഷം AD 825 AD 825 കൊല്ലവർഷം തുടങ്ങിയത്. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം? അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ. ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ. ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി? ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കൽ. ബക്രാനങ്കൽ നദീതട പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗാണ് കൂട്ടിച്ചേർത്തത്. ഹോസ്ദുർഗ്. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല? കേരളത്തില് ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറമാണ്. മലപ്പുറം. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്ന്? മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് 1891 ജനുവരി 1 1891 ജനുവരി 1. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുരൻഡൻസിസ് എന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരൈറ്റൻസിസ്. കുമരകം പക്ഷി സങ്കേതത്തിന്റെ സ്ഥാപകൻ? കുമരകം പക്ഷി സങ്കേതത്തിന്റെ സ്ഥാപകൻ ആൽഫ്രഡ് ജോർജ് ബേക്കർ. ആൽഫ്രഡ് ജോർജ് ബേക്കറാണ് കുമരകം പക്ഷി സങ്കേതത്തിന്റെ സ്ഥാപകൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ? ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയൻ ആര്? AR റഹ്മാൻ. AR റഹ്മാൻ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു ബാരോമീറ്റർ. ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ശ്രീനഗറിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമേത്? ശ്രീനഗറിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. സോജില ചുരം. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ആര്? കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ജസ്റ്റിസ് D ശ്രീദേവിയാണ്. ജസ്റ്റിസ് D ശ്രീദേവി. ആധുനിക ആവർത്തന പട്ടികയിൽ S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. ആധുനിക
ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായിട്ട് പറയുന്നതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. പ്രാതിനിധ്യ മൂലകങ്ങൾ എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളുമാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ന്യൂമിസ്മാറ്റിക്സ് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. നാണയം. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക മഴക്കാട് ദിനം. മഴക്കാട് ദിനം ജൂൺ 22. ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 22. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:2 ആണ്. 3:2. മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം. മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് എ പർപ്പസ്. ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നത് എന്തിന്റെ ആപ്തവാക്യമാണ്? മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യമാണ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരമാരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി താരമാണ് സി ബാലകൃഷ്ണൻ. പർവ്വതാരോഹകനായിരുന്ന സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരം. സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേര്. സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേര് വാഞ്ചി ഭൂമി എന്നാണ്. വാഞ്ചി ഭൂമി. നബാർഡിന്റെ ആസ്ഥാനം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന കൽക്കരി ഇനം ബിറ്റുമിനസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ബിറ്റുമിനസ്. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള ഏത്? ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ലാണ്. നെല്ല്. 1857 ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ ഖാനാണ്. ഖാൻ ബഹാദൂർ ഖാനാണ് ബറേലിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഖാൻ ബഹാദൂർ ഖാൻ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ല. കാവേരി എഞ്ചിൻ വികസിപ്പിച്ച സംഘടന. കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ്. DRDO ആണ് കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത്. DRDO. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡിഫ്തീരിയ. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. 1950 ജനുവരി 24 തന്നെയാണ് ദേശീയ ഗീതത്തെയും വന്ദേ മാതരത്തെയും ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത്. ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് 1957. 1957 കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? സൂര്യകിരണം ഭൂമിയിലെത്താൻ വേണ്ടി എടുക്കുന്നത് 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് ആണ്. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? സലീം അലിയാണ്. സലീം അലിയാണ് ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം.
ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978-ലാണ്. 1978-ലാണ് ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. പദ്ധതിയുടെ പേരെന്താണ്? തെളിമ. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെക് മാർക്ക്. എന്താണ്? റെക് മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റെക് മാർക്ക്. ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈ ബ്രേക്കർ ഫുട്ബോൾ ആണ്. ടൈ ബ്രേക്കർ ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോൾ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? 4 വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നത് 5-ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 5-ാം പഞ്ചവത്സര പദ്ധതി. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973. 1973. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഗവർണറാണ്. ഗവർണർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ. അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? ജോഗ്രഫി. ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. ഗ്രീക്ക്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്. ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്ന രീതിയാണ് ക്യൂണിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ. ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്ന രീതിയാണ് ക്യൂണിക്കൾച്ചർ. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ആംഫോടെറിക്. എന്താണ്? ആംഫോടെറിക്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രെലിൻ. ഗ്രെലിൻ. ഇന്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന സൈബർ കുറ്റകൃത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൈബർ ബുള്ളിയിങ്. സൈബർ ബുള്ളിയിങ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര്? ജെ തോംസൺ. യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ്. യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടം. ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം. ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമമാണ് ട്രിറ്റിക്കം ഇസ്റ്റീവം. ട്രിറ്റിക്കം ഇസ്റ്റീവം ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി.
ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം. 1114 കഥ എന്ന പുസ്തകം രചിച്ചത് ആര്? 1114 കഥ അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് ആര്? ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടി. വിന്ധ്യ സാത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. വിന്ധ്യ സാത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ നദിയാണ്. നർമ്മദ നദി. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക് തെന്മലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക് തെന്മല. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. 2010 ഏപ്രിൽ 1-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. വായിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്? എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. 3 ജോഡി. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കപ്പെടുന്നത് ആമുഖത്തെയാണ്. ആമുഖം. വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിത ദീപക് സന്ധു. ദീപക് സന്ധു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1983. 1983. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. 126. രാജ്യസഭാംഗമായ ആദ്യ കേരളീയ വനിത. രാജ്യസഭാംഗമായ ആദ്യത്തെ കേരളീയ വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോൻ. മാലക്കണ്ണ് ഡാഷ് ജീവകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നു. മാലക്കണ്ണ് എന്തിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം എ. ജീവകം എയുടെ അഭാവം മൂലമാണ് മാലക്കണ്ണ് ഉണ്ടാകുന്നത്. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? മലബാർ സിമന്റ് ഫാക്ടറി വാളയാറിലാണ്. മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാർ. ശ്വസനപഥത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം. ശ്വസനപഥത്തിലേക്ക് ആഹാരം കടയുന്നത് തടയുന്ന ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്. ശ്വസനപഥത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് എവിടെയാണ്? അയണോസ്ഫിയറിലൂടെയാണ്. അയണോസ്ഫിയർ. അയണോസ്ഫിയർ. ദേശീയ നിയമദിനമായിട്ട് ഭാരതത്തിൽ ആചരിക്കുന്നത് എന്നാണ്? ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. നവംബർ 26 ദേശീയ നിയമദിനം. ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആര്? ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം തമിഴ്നാട്ടിലെ വെള്ളൂർ കലാപമാണ്. 1806 നടന്ന തമിഴ്നാട്ടിലെ വെള്ളൂർ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15
ഏത് ദിവസമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നു? ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15. ജൻജാതീയ ഗൗരവ് ദിവസ്, ഗോത്രാഭിമാന ദിനം ആയിട്ട് ആചരിക്കുന്നു. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15. 2021 മുതലാണ് ഇത് ആചരിച്ച് തുടങ്ങിയത്. ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനം എന്നാണ്. നവംബർ 15 ആരുടെ ജന്മദിനമാണ്? ബിർസ മുണ്ടയുടെ ജന്മദിനമാണ്. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ഭവാനി പതക് മജ്നൂഷ. ഭവാനി പതക് മജ്നൂഷ. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? മഹൽവാരി സമ്പ്രദായം ഹോൾട്ട് മക്കിൻസി ആണ്. ഹോൾട്ട് മക്കിൻസി. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയതാരാണ്? ഹോൾട്ട് മക്കിൻസി. പ്ലാസി യുദ്ധത്തിൽ ബംഗാളിന്റെ നവാബ്. പ്ലാസി യുദ്ധത്തിൽ ബംഗാളിന്റെ നവാബ് സിറാജ് ഉദ്ദൗള. സിറാജ് ഉദ്ദൗള. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരുക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആര്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ്. എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനമാണ്. ബോംബെ സമ്മേളനം. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1616. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സാർക്കോമ. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമ. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ഭട്ടതിരിപ്പാട്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങളാണ് ടെക്ടോണിക് ബലങ്ങൾ. ടെക്ടോണിക് ബലങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഡി.കെ. കാർവേ. ഡി.കെ. കാർവേ 1916 മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഡി.കെ. കാർവേ 1916 മഹാരാഷ്ട്ര. മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി. മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി. ISROയുടെ ആപ്തവാക്യം. ISROയുടെ ആപ്തവാക്യം മാനവരാശിയുടെ സേവനത്തിനായി. ISROയുടെ ആപ്തവാക്യമാണ് മാനവരാശിയുടെ സേവനത്തിനായി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ല. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തൃശ്ശൂർ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏത്? നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 61 ഭേദഗതി. 61 ഭേദഗതി. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. മലയാളത്തിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരി. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയവർ ആരെല്ലാം? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബ്, താത്തിയ തോപ്പി. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ്. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല.
കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംഷി നാരായണ പിള്ള. സാരെ ജഹാൻ സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ്? 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്, ഉത്തർപ്രദേശിലെ മീററ്റ്. എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്? 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധി ശ്രീരംഗപട്ടണം സന്ധിയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. ന്യൂ ഇന്ത്യ, കോമൺവെൽ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ആനി ബസന്റ്. വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബണാണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത്. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ്. ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോട്ട ഏതാണ്? കൊൽക്കത്തയിൽ സ്ഥാപിച്ചതാണ് ഫോർട്ട് വില്യം. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേര്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നു സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിന്റെ കുറവ് കാരണമാണ് ഉണ്ടാക്കുന്നത്? കാൽഷ്യത്തിന്റെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാക്കുന്നത്. കാൽഷ്യം. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്നത് കലോറിയാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ കെ ആണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ഉപയോഗിക്കുന്നത് അയോഡിൻ 131 ആണ്. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഐസോട്ടോപ്പാണ് കോബാൾട്ട് 60. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.